നമസ്കാരം. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനമന്ത്രി നിർമ്മല സീതാരാമനും. നിങ്ങൾക്കറിയായിരിക്കും. ഇനി വേറൊരു ചിത്രം കാണിക്കാം. ധനമന്ത്രി നിർമ്മല സീതാരാമനും ഭർത്താവ് പരകാല പ്രഭാകറുമാണ്. ഈ ഭർത്താവിൻ്റെ ചിത്രം ധനമന്ത്രിയുടെ കാര്യം പറയാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കാര്യം പറയാൻ എന്തിനാണ് കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലരെങ്കിലും. എന്നാൽ ചിലർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മോദി സർക്കാരിൻ്റെ, നിർമ്മല സീതാരാമൻ സർക്കാരിൻ്റെ നിലവിലെ സാമ്പത്തിക നയത്തിൻ്റെ ഏറ്റവും കടുത്ത വിമർശകൻ, അതിൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് സാമ്പത്തിക രംഗത്തെ കെടുകാര്യസ്ഥതയെ നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് പരകാല പ്രഭാകർ. മോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തെ അവസ്ഥ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അടിത്തട്ട് ജനത അടുക്കള വരെ എത്തിയിരിക്കുന്ന പ്രതിസന്ധികളിൽ ഉഴലുകയാണ്. ഈ സാഹചര്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം ഊഴം വരെയുള്ള കാലത്തെ വാർത്താ സമ്മേളനങ്ങളുടെ എണ്ണം വരെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണല്ലോ. നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ആദ്യഘട്ടമായി പരകാല പ്രഭാകറിൻ്റെ വിമർശനത്തിൽ നിന്ന് ആരംഭിക്കാം. ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ഒരു രൂപവുമില്ല എന്ന തലക്കെട്ടിൽ പരകാല പ്രഭാകറിൻ്റെ ഒരു ഗംഭീരമായ ലേഖനമുണ്ട്. അതിലെ പോയിന്റുകളാണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നത്. അദ്ദേഹം എഴുതുന്നത്, സാമ്പത്തിക രംഗത്ത് പിടിവാശി തുടരുകയാണ് മോദി സർക്കാർ. തുടർച്ചയായ മൂന്നാം ഊഴത്തിലും അത് തിരുത്താൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. നയരൂപീകരണത്തിലെ താൽക്കാലിക തട്ടിക്കൂട്ടലുകൾ, മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള വിമുഖത, സാധാരണക്കാർ അനുഭവിക്കുന്ന യഥാർത്ഥ സാമ്പത്തിക ദുരന്തങ്ങളെ നിഷേധിക്കൽ, സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള വ്യാജമായ ശുഭചിത്രം നൽകാൻ കണക്കുകളിൽ കൃത്രിമം കാണിക്കൽ, സ്വന്തം PR പ്രചാരവേലകൾ സത്യമെന്ന് വിശ്വസിക്കൽ, തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ തങ്ങളുടെ സാമ്പത്തിക നയങ്ങൾക്കുള്ള അംഗീകാരമാണ് എന്ന തെറ്റായ വ്യാഖ്യാനം, ഇതൊക്കെയാണ് ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക സമീപനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. അതായത് റിയലിസ്റ്റിക്കായ ഒരു കാര്യമില്ല എന്നാണ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി യോഗത്തിലെ ചർച്ചകളിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സർക്കാർ ഇപ്പോഴും യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം, കുറഞ്ഞു വരുന്ന വിദേശ മൂലധന നിക്ഷേപം, രാജ്യത്തു നിന്നുള്ള മൂലധന ചോർച്ച എന്നിവയൊന്നും യോഗം ഗൗരവമായി കണക്കിലെടുത്തില്ല. കോർപ്പറേറ്റ് നികുതികൾ കുറച്ചിട്ടും കൊട്ടിഘോഷിക്കപ്പെട്ട പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതി കൊണ്ടുവന്നിട്ടും ആഭ്യന്തര സ്വകാര്യ നിക്ഷേപത്തിലുണ്ടായ ഇടിവ് ചർച്ച ചെയ്തില്ല. അസംഘടിത മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധിയും തളർച്ചയും സമിതിക്ക് വിഷയമേ ആയിരുന്നില്ല. സാമ്പത്തിക പരിഷ്കരണം കൂടുതൽ വേഗത്തിലാക്കുക, ജീവിതം കൂടുതൽ എളുപ്പമാക്കുക, വ്യവസായം നടത്തുന്നത് സുഗമമാക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയങ്ങൾക്കാണ് സമിതി സമയം കണ്ടെത്തിയത്. രാജ്യത്ത് ആളുകൾ വായ്പകൾ എടുക്കുന്നത് കൂടുതലും ദൈനംദിന ഉപയോഗത്തിനാണ് എന്നത് സമിതിയെ അലട്ടുന്നില്ല. അത് ഗൗരവമുള്ള പ്രശ്നമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം പോവുകയാണെന്നുള്ളതാണ്. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ്, അഭ്യസ്തര വിദ്യരായ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ എന്നിവയൊന്നും പ്രശ്നമല്ല. യുവാക്കൾക്ക് തൊഴിലില്ലാത്തത് അവസരങ്ങളുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് അവരുടെ ആഗ്രഹങ്ങളുടെ കുറവ് കൊണ്ടാണെന്നത് സമിതിയിൽ ഒരു പ്രമുഖ അംഗം തന്നെ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. തൊഴിൽ തേടുന്നവരെ ഉൾക്കൊള്ളാൻ സംഘടിത അസംഘടിത മേഖലകൾക്കൊന്നും കഴിയുന്നില്ല. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വവും ഭരണകൂടത്തിന് വിഷയമല്ല. സാമ്പത്തിക അസമത്വത്തെ ചൊല്ലി ഉറക്കം കളയേണ്ടെന്ന് പോലും അവരുടെ നയവിദഗ്ധർ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. പിന്നൊന്ന്, വിവരശേഖരണത്തിലെ വിശ്വാസ്യതയില്ലായ്മയാണ്. മുൻകാല നയങ്ങളെ സത്യസന്ധമായി വിലയിരുത്താൻ തയ്യാറാവുന്നില്ല, തെറ്റുകൾ തിരുത്തുന്നില്ല. ഇതൊന്നും സർക്കാരിന് താല്പര്യമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, നോട്ട് നിരോധനം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെന്നത് ഗൗനിക്കുന്നേയില്ല. ആ ദുരന്തത്തിൽ നിന്നൊരു പാഠവും പഠിച്ചില്ല. കറൻസി ഇടപാടുകൾ കുറയ്ക്കുക എന്ന പിന്നീട് ഉയർന്നു വന്ന ലക്ഷ്യം പോലും നോട്ട് നിരോധനം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ടും കൈവരിക്കാനായിട്ടില്ല. UPI ഇടപാടുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. സർക്കാരിനോട് അനുഭവമുള്ള സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളെപ്പോലും മുഖവിലക്കെടുക്കുന്നില്ല. രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ പ്രകടനത്തിന് മാത്രമല്ല 12 വർഷങ്ങൾ മങ്ങലേൽപ്പിച്ചത്. പരിഹരിക്കാനാകാത്തതാണ് ആ തകർച്ചയെന്ന് ശരിയാണ്. എന്നാൽ അതിനേക്കാൾ ഗുരുതരം ആ കാലയളവിലുണ്ടായ സ്ഥാപനപരമായ തകർച്ചയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം സാമ്പത്തിക വിവരശേഖരണ സംവിധാനങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതായതാണ്. നമ്മുടെ ദേശീയ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്കുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. ഡാറ്റ ശേഖരണത്തിലും അവ വിശകലനം ചെയ്യുന്നതിലും റിപ്പോർട്ട് ചെയ്യുന്നതിലുമുള്ള സുതാര്യതയും കൃത്യതയും സംശയത്തിൻ്റെ നിഴലിലാണ്. അതിന് സത്യം എന്താണെന്ന് ഭരണകൂടത്തിന് അറിയാൻ പറ്റുന്നില്ല. അതിനനുസരിച്ചുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. വ്യാജമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്ന PR പ്രചാരവേല തന്നെ ഭരണകൂടവും വിശ്വസിക്കുകയാണ്. നമ്മുടെ സ്ഥിതിവിവര കണക്ക് സംവിധാനങ്ങളെ ആശ്രയിക്കാൻ കഴിയാതായി. പഴയ ആസൂത്രണ കമ്മീഷൻ ഒരുപക്ഷെ ഏറ്റവും കാര്യക്ഷമമായ സ്ഥാപനമൊന്നും ആയിരുന്നിരിക്കില്ല. പക്ഷേ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച കണക്കുകൾ നൽകിയിരുന്നില്ല. അതിനു പകരം വന്ന നീതി ആയോഗ് ആകട്ടെ ആ പണിയല്ലാതെ കൊള്ളാവുന്ന ഒന്നും ഇതുവരെ ചെയ്തിട്ടുമില്ല. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തകരാതെ പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോടിക്കണക്കിന് ഡോളറാണ് വിപണിയിൽ ഒഴുക്കുന്നത്. ഈ ഇടപെടലുകൾ വഴി പെട്ടെന്നുള്ള വൻ തകർച്ച ഒഴിവാക്കാൻ കഴിഞ്ഞെങ്കിലും രൂപയുടെ മൂല്യത്തകർച്ച തടയാൻ
തടയാൻ കഴിഞ്ഞിട്ടില്ല. രൂപ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നോ ഏഷ്യയിൽ തന്നെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായത് മാറിയത് എന്തുകൊണ്ടാണെന്നോ കണ്ടെത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ മാത്രം പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നേർവഴിക്ക് നയിക്കാൻ അടിസ്ഥാനപരമായി തന്നെ സർക്കാരിന് ശേഷിയില്ല. ഭൂരിപക്ഷ ആധിപത്യത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ ഘടന രൂപപ്പെടുത്തുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. രാജ്യത്തിന് വേണ്ടി വ്യക്തമായ ഒരു സാമ്പത്തിക പദ്ധതിയും അവർക്കില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ പരകാല പ്രഭാകർ എഴുതുന്നത്. ഇത് നേരിട്ട് നിർമ്മല സീതാരാമനെതിരെയും അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമ്മുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നയങ്ങൾക്ക് എതിരെയും ഉള്ള വിമർശനമായി മുന്നോട്ട് വെക്കുകയാണ്. നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് കൂടിയായ പരകാല പ്രഭാകർ, അദ്ദേഹം സ്വതന്ത്രമായ സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ ഐഡൻറ്റിറ്റി തെളിയിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയായ അദ്ദേഹത്തിൻ്റെ മുൻകാല ഇടപെടൽ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഡേറ്റ ശേഖരണം കൃത്യമായി രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് കൃത്യമായി ഗവൺമെൻറ്റിന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് പരകാല പ്രഭാകരൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. എന്നാൽ കോൺഗ്രസ് നിലവിലെ സ്ഥിതിവിവര കണക്ക് അവരുടെ റിസർച്ച് വിഭാഗം തയ്യാറാക്കി ഇപ്പോൾ രാജ്യത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. 12 വർഷമായി വമ്പൻ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും നടപ്പാക്കിയത് എന്തൊക്കെയാണ് എന്നൊക്കെ സ്വയം പബ്ലിക് റിലേഷൻ പ്രചാരവേല നടത്തുന്ന സംവിധാനമായി സർക്കാർ മാറി എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. AICCയുടെ റിസർച്ച് വിഭാഗം മേധാവി ഗൗഡയുടെ നേതൃത്വത്തിൽ വലിയൊരു ഗവേഷണത്തിൻ്റെ തുടർച്ചയായി 12 വർഷം എന്താണ് നടന്നതെന്ന് സ്ഥിതിവിവര കണക്ക് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. ആ 10 പോയിന്റ്, ഈ 12 വർഷത്തെ 10 പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തി അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഒന്ന്, 10 വർഷം മുമ്പ് ഉജ്ജ്വല പദ്ധതിയിൽ ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 12 LPG സിലിണ്ടർ വാഗ്ദാനം ചെയ്തു. എന്നാൽ കഴിഞ്ഞ വർഷം 9 ആക്കി. ഇപ്പോൾ അത് 4 ആക്കി കുറച്ചു. ഇതാണ് ഒരു സ്ഥിതിവിവര കണക്ക്. രണ്ടാമത്തേത്, ഇന്ത്യയെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്നായിരുന്നു വാഗ്ദാനം. ബിരുദധാരികളിൽ 10ൽ 4 പേർക്കും ഇപ്പോഴും ജോലിയില്ല. നഗരങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് 18.4%. ബിരുദധാരികളിൽ 7% മാത്രമാണ് ഒരു വർഷത്തിനുള്ളിൽ സ്ഥിരമായി ജോലി കിട്ടുന്നത്. എല്ലാവർക്കും തുല്യ അവസരം എന്നായിരുന്നു മോദി സർക്കാരിൻ്റെ വാഗ്ദാനം. എന്നാൽ ആഗോള ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 108ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇപ്പം 131ലേക്ക് പിന്തള്ളപ്പെട്ടു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം 40,000 ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടി. അടുത്തത്, ജനാധിപത്യം ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ സർക്കാർ രാജ്യത്തുടനീളം 6.5 കോടി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. 2014 മുതൽ LPG വിലയിൽ 123% വർധന. പെട്രോള് 44%, ഡീസൽ 73%, പാലിൻ്റെ വില 71%, പരിപ്പ് പയർവർഗ്ഗങ്ങളുടെ വില 84%. കൂടിയതാണ്. ഇത്രയും ശതമാനം കൂടിയ ഇരട്ടിയൊക്കെ ആയിട്ടുണ്ട്. അടുത്തത്, ഇന്ത്യ വിശ്വഗുരു ആകുമെന്നായിരുന്നു അവകാശവാദം. എന്നാൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നടക്കുന്ന യുദ്ധവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തപ്പെട്ടു. വളം ഉൽപ്പാദനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യൂറിയ ഉൽപ്പാദനം ഇടിഞ്ഞു. LNG ഉൽപ്പാദനം 25% കുറഞ്ഞു. 2024 ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്നും GDP 5 ലക്ഷം കോടി ആകും എന്നും നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ സമ്പദ് വ്യവസ്ഥ $4 ലക്ഷം കോടി താഴെയാണ്. GDP വളർച്ചാ നിരക്ക് 7.7% റിപ്പോർട്ട്. എന്നാൽ ലക്ഷ്യങ്ങൾ ഇപ്പോഴും അകലെയാണ്. വിദേശ നിക്ഷേപകർ രാജ്യം വിട്ടുപോകുന്നു. ഇന്ത്യൻ വ്യവസായികൾ പോലും രാജ്യത്ത് നിക്ഷേപം നടത്തുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇതാണ് യഥാർത്ഥ സ്ഥിതിവിവര കണക്കായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. രാജ്യം, ഭരണകൂടം സ്ഥിതിവിവര കണക്ക് പോലും കിട്ടാത്ത വിധത്തിലേക്ക് മാറി എന്ന ആരോപണം പരകാല പ്രഭാകർ ഉന്നയിക്കുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഈ സ്ഥിതിവിവര കണക്ക് ദയനീയമായ അവസ്ഥയാണ് രാജ്യത്ത്. അത് പകരം PR വേല കൊണ്ട് ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ ഒക്കെ മറച്ചു പിടിച്ചെത്തിക്കുകയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തേത്, ഇതൊക്കെ ജനങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥിതി ജനങ്ങളോട് പറയണമെങ്കിൽ പ്രധാനമന്ത്രി ജനങ്ങളെ കാണണ്ടേ? ജനങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങളിലൂടെയാണ്. എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അവസ്ഥ? പ്രസ് മീറ്റുകൾ എത്ര നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം നടത്തിയ പ്രസ് മീറ്റുകളുടെ എണ്ണം എത്രയാണ്? മുൻ പ്രധാനമന്ത്രിമാരുടെ എത്രയാണ്? നരേന്ദ്രമോദി ഈ 12 വർഷത്തിനിടെ 0 തവണയാണ് മാധ്യമങ്ങൾ കണ്ടത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തു വരുന്നത്. മൻമോഹൻ സിംഗാണ് ഏറ്റവും കൂടുതൽ പ്രസ് മീറ്റുകൾ നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രി, 144. രണ്ടാമത് ജവഹർലാൽ നെഹ്റുവാണ്, 75. മോദിയുടെ ജവഹർലാൽ നെഹ്റു. മൂന്നാമത് രാജീവ് ഗാന്ധി, 62. നാലാമത് ലാൽ ബഹദൂർ ശാസ്ത്രി, 56. അഞ്ചാമത് അടൽ ബിഹാരി വാജ്പേയി, 55. 6 ഇന്ദിരാഗാന്ധി, 42. 7 PV നരസിംഹറാവു, 40. 8 നരേന്ദ്രമോദി, 0. അപ്പോൾ നിങ്ങൾ ചില ആളുകളും സംശയിക്കും, ഈ പാർലമെൻറ്റൊക്കെ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ മണിക്കൂറിൽ മൂപ്പര് വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ എന്ന് പറയും. അതിന് വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. അത് പ്രസ് മീറ്റ് അല്ല, മൂപ്പര് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് ചെയ്യുക. ഇൻ്ററാക്ഷനുള്ള വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം 0
0 തവണയാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും രാജ്യത്തിൻ്റെ സ്ഥിതി ഇതാണ് എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലേക്ക് രാജ്യത്തിൻ്റെ രോഷം പല സമരങ്ങളായി, തൊഴിലാളി സമരങ്ങളായി പലയിടത്തും വരുന്നു. ഒപ്പം അടിസ്ഥാന വിഭാഗം, കാർഷിക മേഖലയടക്കം രോഷപ്രകടനത്തോടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ള വസ്തുതയാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണമാണ് പരകാല പ്രഭാകർ തുടക്കത്തിൽ നമ്മൾ വായിച്ച ലേഖനത്തിലെ വിവരങ്ങളിൽ പറയുന്നത്. സാമ്പത്തിക രംഗം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്ന് പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.